ഫലസ്തീൻ തടവുകാർക്ക് വധശിക്ഷ. ഇസ്രായേൽ നിയമത്തിനെതിരെ ഒമാനും ലോകരാജ്യങ്ങളും ശക്തമായി രംഗത്ത്. ഒമാനിൽ നിയമമേഖലയിൽ വൻ പരിഷ്കാരം. പ്രവാസികൾക്ക് ലീഗൽ കൺസൾട്ടന്റായി തുടരാം. മിഡിൽ ഈസ്റ്റ് സർവീസുകൾ താൽക്കാലികമായി നിർത്തി സലാം എയർ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഫലസ്തീൻ തടവുകാർക്ക് വധശിക്ഷ അനുവദിക്കുന്ന ഇസ്രായേൽ പാർലമെന്റിന്റെ പുതിയ നിയമത്തിനെതിരെ ഒമാൻ ശക്തമായി രംഗത്തെത്തി. അനധികൃതമായി തടവിലിട്ട ഫലസ്തീനി പൗരന്മാരെ തൂക്കിലേറ്റാൻ അനുമതി നൽകുന്ന ഈ നിയമം അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമാണെന്നും തടവുകാരുടെ അടിസ്ഥാന അവകാശങ്ങൾ ഗുരുതരമായി ലംഘിക്കുന്നതാണെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. തടവുകാരെയും തടങ്കലിലുള്ളവരെയും സംരക്ഷിക്കാൻ രൂപീകരിച്ച അന്താരാഷ്ട്ര നിയമങ്ങളും മാനദണ്ഡങ്ങളും ഈ നിയമം പൂർണ്ണമായും അവഗണിക്കുന്നുവെന്നും മനുഷ്യാവകാശ നിയമത്തിലെ അടിസ്ഥാന വ്യവസ്ഥകൾ പോലും ലംഘിക്കപ്പെടുന്നുവെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ഫലസ്തീൻ തടവുകാരുടെ ജീവനത്തിനെ അപകടത്തിലാക്കുന്ന ഇത്തരം നടപടികളെ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ഒമാൻ. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റ് പാസാക്കിയ ഈ വിവാദ നിയമം പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ സഖ്യകക്ഷികളായ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് മുന്നോട്ട് വന്നത്. 120 അംഗസഭയിൽ 62 പേരുടെ പിന്തുണയോടെയാണ് ബിൽ പാസ്സായത്. ഇസ്രായേലിന്റെ നിലനിൽപ്പ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊലപാതകം നടത്തുന്നവർക്ക് വധശിക്ഷ നൽകുമെന്നാണ് പുതിയ നിയമം വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രായോഗികമായി ഈ നിയമം ഫലസ്തീനികളെയും ഇസ്രായേലിലെ അറബ് വംശജരെയും ലക്ഷ്യമിടുന്നതായി വിമർശനം ഉയരുന്നു. സമാന കുറ്റങ്ങൾ ചെയ്യുന്ന ജൂത വംശജർക്കു ഈ ശിക്ഷ ബാധകമാക്കില്ലെന്നതും വിവേചനപരമാണെന്ന് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. വധശിക്ഷ വിധിക്കപ്പെട്ടാൽ 90 ദിവസത്തിനകം നടപ്പാക്കണം, ശിക്ഷ ഇളവിന് അപേക്ഷിക്കാനുള്ള അവകാശമില്ല തുടങ്ങിയ കർശന വ്യവസ്ഥകളും നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലെ സൈനിക കോടതികളിൽ വിചാരണ നേരിടുന്ന ഫലസ്തീനികൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും. ഇതിനിടെ ഐക്യരാഷ്ട്രസഭയും ആംനസ്റ്റി ഇന്റർനാഷണലും നിയമത്തിനെതിരെ രംഗത്തെത്തി. ഒമാന് പുറമെ ഖത്തർ, UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും ഗൾഫ് സഹകരണ കൗൺസിലും അറബ് ലീഗും ആശങ്ക പ്രകടിപ്പിച്ചു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും നിയമത്തെ അപലപിച്ചു. ജനാധിപത്യ തത്വങ്ങൾക്ക് വിരുദ്ധവും വിവേചനപരവുമാണെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമ മാനദണ്ഡങ്ങൾ പാലിക്കാനും തടവുകാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ആഗോള സമൂഹം അടിയന്തരമായി ഇടപെടണമെന്ന് ഒമാൻ ആഹ്വാനം ചെയ്തു. ഒമാനിലെ നിയമമേഖലയിൽ ഉണ്ടാകുന്ന വലിയ പരിഷ്കാരങ്ങൾ ഏപ്രിൽ 3 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നിയമപ്രകാരം പ്രവാസികൾക്ക് ലീഗൽ കൺസൾട്ടന്റുമാരായി ജോലി തുടരാൻ അനുവാദമുണ്ട്. എന്നാൽ കോടതികളിൽ ഹാജരാകാനും വാദിക്കാനും ഒമാനി പൗരന്മാരായ അഭിഭാഷകർക്ക് മാത്രമേ അനുമതിയുള്ളൂ. 2024 റോയൽ ഉത്തരവ് പ്രകാരം അഭിഭാഷകരെയും ലീഗൽ കൺസൾട്ടന്റുമാരെയും പ്രത്യേകം വിഭാഗപ്പെടുത്തിയാണ് പുതിയ സംവിധാനം. നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന 1 വർഷത്തെ സമയം ഏപ്രിൽ 2 അവസാനിക്കും. ലീഗൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ ഇനി വാണിജ്യ മന്ത്രാലയത്തിൽ നിന്ന് നീതിന്യായ മന്ത്രാലയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക അനുമതിയും ആവശ്യമാണ്. നിലവിൽ വിദേശ പങ്കാളികളുള്ള സിവിൽ ലോ സ്ഥാപനങ്ങൾക്ക് നിയമം നടപ്പാക്കുന്ന തീയതി മുതൽ 3 വർഷം കൂടി പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. എന്നാൽ ഈ കാലയളവിൽ വിദേശികൾക്ക് ഓഹരി കൈമാറ്റം ചെയ്യാനോ ഉടമസ്ഥാവകാശം നൽകാനോ പാടില്ല. ഒമാനിൽ കൺസൾട്ടൻസി ഓഫീസുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വിദേശ നിയമ സ്ഥാപനങ്ങൾക്ക് കുറഞ്ഞത് 15 വർഷത്തെ പ്രവർത്തന പരിചയവും 3 രാജ്യങ്ങളിലെങ്കിലും ശാഖകളും ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയുമുണ്ട്. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി സലാം എയർ അറിയിച്ചു. ഇറാനിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ആഗസ്റ്റ് 31 വരെ നിർത്തിയിരിക്കുകയാണ്. ഇറാഖ്, ലബനാൻ, കുവൈത്ത്, ഖത്തർ, ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും മെയ് 30 വരെ റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാരോട് മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഒമാനിലെ ഹോളി സ്പിരിറ്റ് കത്തോലിക്ക ദേവാലയത്തിൽ മലയാളം കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ വാര കുരിശിന്റെ വഴിയുടെ ലൈവ് ദൃശ്യാവിഷ്കരണം നടന്നു. 50ഓളം കലാകാരന്മാർ പങ്കെടുത്ത പരിപാടിയിൽ ആയിരങ്ങൾ ഭക്തിയോടെ പങ്കെടുത്തു. ലോക സമാധാനത്തിനായി പ്രത്യേകമായി അവതരിപ്പിച്ച ഈ ദൃശ്യാവിഷ്കരണം ഒമാനിലെ പള്ളികളിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവം മനസ്സിലാക്കാനും ആത്മീയമായ അനുഭവം നൽകാനുമായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. പാരിഷ് പ്രീസ്റ്റുമാരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി സന്നദ്ധ പ്രവർത്തകരും കലാകാരന്മാരും പങ്കെടുത്തു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices,
powered by Purushottam Kanji Exchange.